ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഗൈസ്, നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ ഒരു ഗുഹയുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല, അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കുളം കാണിക്കണുണ്ടല്ലോ, നല്ല ബ്ലൂ കളർ വാട്ടറൊക്കെ ആയിട്ട്. അപ്പം അത് നമ്മുടെ കൊച്ചരിക്കിൽ ഗുഹയുടെ അടുത്തുള്ള തന്നെ ഒരു ചെറിയൊരു കുളമാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അരീക്കൊരു വാട്ടർഫോൾസ് ഉണ്ട്, അടിപൊളിയാണ്. നമ്മുടെ പിറവത്താണത്. അപ്പോൾ വൺ ഡേ ഒരു ചെറിയൊരു എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടിയൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിത് രാവിലെ കസിൻസൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസിലോട്ട് കിടക്കാം. ഇപ്പൊ ഞങ്ങള് എത്തിയിട്ടുണ്ട്, അരീക്കൽ വാട്ടർഫോൾസ് എത്തി പറ എത്തി. അമ്മിക്കുട്ടൻ പറയണ എത്തി എന്ന് പറയണേ. അപ്പൊ നമ്മൾ രണ്ട് വണ്ടിയും ഒതുക്കിയിട്ട് എൻട്രൻസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കണേണ്. അപ്പൊ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇതേ റബ്ബർ തോട്ടം, റൈറ്റ് സൈഡിൽ പൈനാപ്പിൾ കൃഷിയുമാണ്. എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇതേ സെറ്റായിട്ട് നിൽക്കണേണ്. ഗൈസ്, അങ്ങോട്ടുള്ള എൻട്രൻസിന് ഒരു ചെറിയ പാസ് ഉണ്ട്. അപ്പോൾ അതേ ചേട്ടൻ പാസ് എടുക്കാൻ വേണ്ടി നിൽക്കണേണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാം, നമുക്ക് വെള്ളത്തിൽ കളിക്കാം. കല്ലെറിയോ ചേച്ചി? വെള്ളത്തിൽ കല്ലെറിയോ? വെള്ളത്തിൽ കല്ലെറിയാട്ടോ നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാവരും എൻട്രൻസ് വഴി അകത്തോട്ട് കടക്കണേണ്. അപ്പോൾ താഴോട്ട് വേണം ഇറങ്ങാനായിട്ട്. സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങണത്. അപ്പോൾ കല്ലിൻ്റെ സ്റ്റെപ്പുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ മഴ പെയ്തൊക്കെ കിടക്കുന്ന ടൈമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്, വഴുക്കാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, ഇവിടെ നിന്ന് നോക്കിയിട്ട് കുത്തനെയുള്ള ഇറക്കമാണ്, കുറച്ചധികം സ്റ്റെപ്പുകൾ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ഇറങ്ങാൻ അങ്ങോട്ട്. ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങും തോറും വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം വീഴുന്ന ഒച്ചയുണ്ടല്ലോ, നല്ല രീതിക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ഞായറാഴ്ചയാണ് വന്നേക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ക്രൗഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം വെള്ളത്തിൽ കുളിക്കണതിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാരുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇട ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് ക്രൗഡ് കുറഞ്ഞ് കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്നാലും ആൾക്കാരൊക്കെ ഉള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളപ്പോഴാണ് എന്തായാലും ഒരു നല്ലൊരു മൂഡുള്ളത്. എന്താണ് തക്കരുത്? എന്താണ് എന്താണ്? വെള്ളമാണല്ലേ?
എന്താണ് പോലെ എന്ത് വേണം നീ കല്ലെറിയും വെച്ച് കല്ലെറിയാട്ടോ നമുക്ക് ഓക്കെ. Akhirnya ini കളിച്ചിട്ട് അയ്യോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് കയറിയായിരുന്നു. ദേ പൈനാപ്പിൾ കൃഷിയാണ്. പൈനാപ്പിൾ ഉണ്ടായിരിക്കണേ ഞാൻ കാണിച്ചു തരാം. പൈനാപ്പിൾ ഇതേ ഉണ്ടായി വരുന്നുള്ളൂ, പാകമായിട്ടില്ല. ഗൈസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചരിക്കൽ ഗുഹയിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുഹയുടെ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും സെറ്റായിട്ട് ഇരിക്കണേണ്. പാർക്കിങ്ങിൻ്റെ അവിടെ വലിയൊരു മരം ഞാൻ കണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ നോക്കിയേ, ഓഹ് എന്ത് ഭംഗിയാണ് കാണാൻ, ഒരു രക്ഷയില്ലല്ലേ. ഗൈസ് അപ്പോൾ അത് ഈ കാണണം ആ കുളം. അപ്പോൾ അത് ഇവിടെ നിന്നും താഴോട്ട് സ്റ്റെപ്പുകളുണ്ട്, പക്ഷേ അധികം സ്റ്റെപ്പുകളൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ പയ്യെ ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ഗൈസ് ഗുഹയുടെ താഴെയാണത്. ഗുഹയുടെ താഴെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അവിടെ. അപ്പോൾ വളരെ ചെറിയ പിള്ളേർക്കൊക്കെ വരെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എന്താ മുട്ടിൻ്റെ അത്രയും പോലും ഇല്ല വെള്ളം. ഗൈസ് അപ്പോൾ അതിൽ ഒട്ടും ആഴമില്ലാത്തതുകൊണ്ട് ഇത് അമ്മിക്കുട്ടനെ ഫ്രീ ആയിട്ട് ഇറക്കി നിർത്തിയേക്കുകയാണ്. അപ്പോൾ അമ്മിക്കുട്ടനും റിച്ചും കൂടി അവിടെ കളിക്കണേണ്. അതിൽ ചെറിയ ചെറിയ മീനുകളുണ്ടായിരുന്നു, അവന്മാരെല്ലാവരും കൂടി അത് പിടിക്കാൻ നോക്കണേണ്. ഗൈസ് ഈ കാണുന്നതാണ് ആ ഗുഹ. ഈ വേരുകൾ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ വലിയ മരം ഉണ്ടല്ലോ, ആ മരത്തിൻ്റെ വേര് താഴോട്ട് ഇറങ്ങിയേക്കണം. ആ മരത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ ഗുഹ ഉള്ളത്. ഗൈസ് ആ ഗുഹയുടെ അവിടെ നിന്ന് സൈഡിൽ കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ആ കാണുന്ന കുളത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ
വാട്ടർഫോൾസും ഈ ഗുഹയും തൊട്ടടുത്തായതുകൊണ്ട് അവിടെ തന്നെ സഞ്ചാരികൾ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് നടക്കുന്നുണ്ട് താഴോട്ട്. ഒരു രക്ഷയില്ലല്ലേ ഗൈസ് ആ കുളം. നമ്മൾ റീൽസിലേക്ക് കാണുന്ന പോലെ തന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ട. എന്തായാലും താഴോട്ട് ഇറങ്ങി. അപ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് മൂട് പോലെ ഇരിക്കും. എന്തായാലും വെള്ളത്തിലോട്ട് ഇറക്കുക. ഗൈസ് നമ്മളിവിടെ എത്തിയപ്പോൾ ചെറിയ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ മഴയൊക്കെ നൈസായിട്ട് പൊടിഞ്ഞ് തുടങ്ങുകയാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും. ഗൈസ് ഈ കുളത്തിൽ അത്യാവശ്യം ആഴമുണ്ട്. സൈഡിലൊന്നും അധികം ആഴമില്ല. നടുക്കോട്ട് പോകും തോറും ആഴം കൂടുതലാണെന്നാണ് ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. മഴയൊക്കെ എന്തായാലും നൈസായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂഡ് എന്തായാലും ഓണായി. എന്തായാലും ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോണേണ്. പറഞ്ഞിട്ട് ചാടണ്ടേ? ഇവിടെ ഉള്ളിടത്ത് നിന്നേ. ഇവിടെ ആരും നശിക്കാനൊന്നുമില്ല. ഇവിടെ കടിച്ചു പറിക്കണ കാലത്ത് കാണാൻ അമീന കാലി പിടിച്ച് പറിക്കുമ്പോ അമ്മി പോയി പോയി പിടിച്ചേ ഗൈസ് ആ കുളത്തിലാകെ ഇറങ്ങിയത് ഞാനും അമിക്കുട്ടനും ചേട്ടനും മാത്രമാണ്. വേറെ ആരും അതിൽ ഇറങ്ങിയില്ല. പിന്നെ ഈ കാണുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആരും അല്ല. ഐ മീൻ അവിടെ ചെന്ന് കിട്ടിയ കമ്പനിക്കാരാണ്. അപ്പോൾ എല്ലാവരും പല പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളായിട്ട് അവർ പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ കമ്പനി അടിച്ച് എല്ലാവരും കൂടി അടിപൊളിയായിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്ത് ആ കുളത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്തത്. സൂപ്പർ അടിപൊളിയാണോ? എന്നോട് നീന്താറിയാമോ? നീന്താറിയാമോ? ഗൈസ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയതേ ചൂട് ഓംലേറ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കണേണ്. ഈ ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് നമ്മുടെ അങ്കിളാണ് കേട്ടോ. കടയിലെ ചേട്ടനാണ് അപ്പുറം നിൽക്കണത്. ആ ചേട്ടനോട് അങ്കിള് പറഞ്ഞ് ചേട്ടൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഓംലേറ്റ് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ഒരു മടിയും കൂടാണ്ട് അങ്കിളിനോട് ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്കിൾ ഇതേപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേണ്. നല്ല ചൂട് ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. നമ്മൾ വന്നത് ഈ ലെഫ്റ്റാണ്. പക്ഷെ നമ്മൾ അതേ റൈറ്റ് കൂടിയാണ് പോണത്. വഴിയൊക്കെ കുറച്ച് മോശമാണ്. എന്നാലും നമ്മൾ അതിൽ തന്നെ പോണേണ്. മാപ്പിൽ ഇതാണ് എളുപ്പം കാണിക്കുന്നത്. അപ്പോൾ മോശം വഴിയുന്നത് നല്ല വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. അടിപൊളി വഴിയാണ്. അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. സംഭവം
അവിടെ ഇതാണെന്ന് വേണ്ട മടയണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ അമ്പോ ഐസാണ്ടാ. പാറമടയിലൊക്കെ പോണത് പക്ഷെ ഡീവിയേഷൻ ഉണ്ട്. ഉണ്ട് മരമൊക്കെ വീണേക്ക് പറയാം നമുക്ക്. കാട്ടുവഴിയിലൂടെ ഉൾക്കാടിലൂടെ അതെ കാട്ടു ടിപ്പർ. അവർക്ക് ഒരു 4x4 ഉണ്ടാവും. ശരിക്കും 90 ഡിഗ്രി അല്ലേ? ഓ വേണ്ട, കടക്ക് പുറത്ത് പറയാൻ വേണ്ട തള്ളാവുന്ന. ആ ബാൽക്കണി നോക്കിയേ, ആ ബാൽക്കണി നോക്കിയേ. കുന്നുപുറത്ത്, കുന്നുംപുറത്താ. ശരിയാണ്, കുന്നുംപുറത്ത് തന്നെയാണ്. മലപ്പുറത്ത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതേ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയേക്കണേണ്. നമ്മൾ വന്ന വഴി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒന്നുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ അങ്ങനെയൊക്കെയാണ്. നമ്മളുടെ ഇവിടുത്തെ പോലെ ഫുൾ ഓണമൊന്നും അല്ല, സൺഡേസ് ഒന്ന് ശോകമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നതാണ്.